ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളായിട്ട് തല്ലില്ല, പക്ഷേ ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരിച്ചു തല്ലിയിരിക്കും. അത് ഏത് പോലീസ് ഏമാനോടാണെങ്കിലും ഇപ്പോൾ തന്നെ അറിയിച്ചേക്കോ. ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുടെ ഫോട്ടോ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞു, ഇവനെ അടുത്ത തവണ കിട്ടിയാൽ തല്ലി ഒതുക്കണമെന്ന്. ഇട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, തല്ലി ഒടിക്കാൻ ലാത്തി പൊക്കുന്നതിന് മുമ്പ്, ജീവൻ ബാക്കി ഉണ്ടാകുന്നതിന് മുമ്പ് തിരിച്ചു തല്ലിയിരിക്കും കേട്ടോ, അടിക്കും. അതുകൊണ്ട് അതിലൊന്നും ഒരു സംശയവും വേണ്ട. ഞങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല. ഞങ്ങൾ സമരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സമരം നടത്തും, ഞങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും എല്ലാം തീർന്ന് നന്ദാവനത്തിലെയും കാസർകോട്ടെയും കേക്ക് മുറിച്ച് ആഘോഷിച്ച ഏമാമാരുടെ ശിങ്കിടികളോട് പറയാനുള്ളത്, അതൊക്കെ കഴിഞ്ഞ് അവന്മാരിറങ്ങട്ടെ, ഇറങ്ങി സത്യപ്രതിജ്ഞയൊക്കെ കഴിയട്ടെ. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തെ റദ്ദാക്കാൻ അവരുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം ഉണ്ടാക്കും. അതിന് അരാജകത്വ സമരത്തിന്റെ ഒരു പിൻബലവും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടുത്തെ ക്രമസമാധാനത്തെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അകാരണമായി തല്ലരുത്, അകാരണമായി വിദ്യാർത്ഥികളെ തല്ലരുത് എന്നേ പറയുന്നുള്ളൂ. ഞങ്ങൾ സമരം നടത്തിയത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും 23 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അത് ചെയ്യാൻ ഞങ്ങൾ ഈ 10 വർഷവുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാകും. അതുകൊണ്ട് ഒരു മടിയും ഞങ്ങൾക്കതിലില്ല എന്ന് നിങ്ങൾ കരുതിക്കൊള്ളണം.